ദുബായിലെ വിൻ്റർ അങ്ങനെ അവസാനിക്കുകയാണ്. ഇനി ചൂടുള്ള സമ്മർ കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദുബായ് വിസിറ്റ് ചെയ്യുന്നവരും അതുപോലെ ദുബായിലുള്ളവരും ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനിരിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന 5 കാര്യങ്ങൾ ഉടനെ അടക്കും. ഇനി അതിനു മുമ്പ് തന്നെ ഈ മാസം അതുപോലെ മെയ് മാസത്തിലും കണ്ടു തീർക്കുക. അത് കഴിഞ്ഞാൽ സമ്മർ കഴിഞ്ഞ് അടുത്ത സീസണിൽ അത് തുറക്കുകയുള്ളൂ. ഏതൊക്കെയാണ് ഈ അട്രാക്ഷൻസ്? ഒന്ന്, ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജ് മെയ് 11 അടച്ചാൽ പിന്നെ ഒക്ടോബറിൽ മാത്രമേ അത് തുറക്കുകയുള്ളൂ. ദുബായ് ഫൗണ്ടെയിൻ ആണ്. നമുക്കറിയാം ദുബായ് മോളിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ്. അതും ഈ സീസൺ കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സീസണിലേ തുറക്കുകയുള്ളൂ. ദുബായ് മിറാക്കിൾ ഗാർഡൻ, നമ്മുടെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ദുബായ് മിറാക്കിൾ ഗാർഡനും ഈ സീസണോട് കൂടി അടക്കുന്നു. ദുബായ് ഗാർഡൻ ഗ്ലോ, നമുക്കറിയാം ജബീൽ പാലസിൻ്റെ അടുത്തുള്ള ഷെയ്ഖ് സായദ് റോഡിലേക്ക് പോകുന്ന വഴിക്കുള്ള ആ ഒരു സംഭവം, അത് ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അതും ഉടൻ തന്നെ അടക്കും. അത് കഴിഞ്ഞാൽ, കാരണം ഇതൊക്കെ ഓപ്പൺ എയറിലായതുകൊണ്ട് തന്നെ സമ്മറിൽ ആൾക്കാർക്ക് വരാനും അത് എൻജോയ് ചെയ്യാനും പറ്റാത്തത് കൊണ്ടാണ് അത് ഈ സമയത്ത് അടച്ചിടുന്നതും പിന്നീട് തുറക്കുന്നതും. മറ്റൊരു സ്ഥലമാണ് ദുബായ് സഫാരി പാർക്ക്. മൃഗങ്ങളെ നേരിട്ട് തൊട്ടടുത്ത് നിന്ന് കാണാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭവം. ഇതും ഉടൻ തന്നെ അടക്കും. ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് സീസൺ കഴിഞ്ഞിട്ടേ തുറക്കുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കുട്ടികളെയോ ബന്ധുക്കളെയോ അതേപോലെ തന്നെ ടൂർ വന്ന ആൾക്കാരെ കൊണ്ട് കാണിക്കുക. അത് കഴിഞ്ഞ് സമ്മറിൽ പോകാം, നമ്മൾ സ്കൂൾ പൂട്ടിയാൽ പോകാമെന്ന് പറഞ്ഞാൽ നമുക്കിത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചൂടുള്ള കാലത്ത് പുറത്തിറങ്ങുന്നതിന് പകരം ചൂട് നല്ലോണം തുടങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. മുനീർ അൽ വഫ വിത്ത് ലവ്.